Hi everyone, I'm Anagha from Access Language School. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS സ്പീക്കിങ്ങിൽ സെൻറ്റൻസ് സ്ട്രെസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. നമ്മളിപ്പം ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഒരു കോമ്പറ്റിറ്റീവ് എക്സാമായ IELTS പോലെയുള്ള എക്സാമിൽ സ്പീക്കിംഗ് ടെസ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസിൽ പ്രോപ്പറായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രെസ് വേണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ സ്പീക്കിങ്ങിൻ്റെ ടോട്ടൽ സ്കോറിൽ നിന്നും 25% സ്കോർ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പ്രൊനൗൺസിയേഷൻ്റെ ബേസിസിലാണ്. ആൻഡ് വെയർ ദിസ് പ്രൊനൗൺസിയേഷൻ കംസ് ഫ്രം? ഇറ്റ് കംസ് ഫ്രം സെൻറ്റൻസ് സ്ട്രെസ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇനി സെൻറ്റൻസ് സ്ട്രെസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനമായ ഘടകമാണ് വേർഡ് സ്ട്രെസ്. വാട്ട് ഡു യു മീൻ ബൈ വേർഡ് സ്ട്രെസ്? നമ്മുടെ ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള വേർഡ്സ് ഉണ്ട്. മോണോസിലബിക് വേർഡ്സ് ഉണ്ട്, ഡൈസിലബിക് ഉണ്ട്, പോളിസിലബിക് വേർഡ്സും ഉണ്ട്. ഒന്നിൽ കൂടുതൽ സിലബിൾസ് ഉള്ളൊരു വേർഡിൽ ഏതെങ്കിലും ഒരു സിലബിളായിരിക്കും നമ്മൾ ജനറലി സ്ട്രെസ് ചെയ്ത് സംസാരിക്കുക. അതിനെയാണ് നമ്മൾ വേർഡ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ജനറലി ആ വേർഡിൻ്റെ അകത്തെ ഒരു വവൽ സൗണ്ടിനെ ആയിരിക്കും നമ്മളൊരു ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്കോ അല്ലെങ്കിൽ ഇത്തിരി ലൗഡറായിട്ടോ പ്രൊനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുക. Now what might be the consequences of misplacing your word stress എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കോൺസിക്വൻസ്, നിങ്ങൾ ആരുമായിട്ടാണോ ഈ പെർട്ടിക്കുലർ സെൻറ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അയാൾക്ക് നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. രണ്ടാമത്തെ പ്രോബ്ലം, ഈ വേർഡിൻ്റെ മീനിങ് തന്നെ ടോട്ടലി ചേഞ്ച് ആയേക്കാം അല്ലെങ്കിൽ ഓൾട്ടർ ആയേക്കാം. മൂന്നാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്, ഈ വേർഡ് ഏതൊരു പാർട്ട് ഓഫ് സ്പീച്ച് ആണോ ആ പാർട്ട് ഓഫ് സ്പീച്ച് തന്നെ കംപ്ലീറ്റ്ലി ഓൾട്ടർ ആയി എന്ന് വരാം. സോ ദെയർഫോർ ചില റൂൾസ് ഉണ്ട് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു വേർഡ് സ്ട്രെസ് വിച്ച് യു ഷുഡ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പം ഒരു വേർഡ് യൂസ് ചെയ്താലും അത് മോണോസിലബിക് ആണോ ഡൈസിലബിക് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഡൈസിലബിക് ആണെങ്കിൽ ആ വേർഡ്സിലെ വവൽസിനെ ആയിരിക്കും, ഡൈസിലബിക്കോ പോളിസിലബിക്കോ ആയിക്കോട്ടെ, വവൽസ് ആയിരിക്കും നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുക. കോൺസണൻസ് ആർ നോട്ട് അറ്റ് ഓൾ സ്ട്രെസ്ഡ്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, ഒരു സിംഗിൾ വേർഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് ഇറ്റ്സ് നൗൺ ഫോം ആസ് വെൽ എസ് വേർബ് ഫോം, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെസ് പാറ്റേൺ വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വേർഡ് എടുത്ത് നോക്കാം, CONTEST. ഇത് നൗൺ ഫോമിലും യൂസ് ചെയ്യാൻ പറ്റും, വേർബ് ഫോമിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നൗൺ ഫോമിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സിലബിളായിരിക്കും നമ്മൾ സ്ട്രെസ് ചെയ്യുക. സോ യു വിൽ സേ കോൺടെസ്റ്റ്. പക്ഷേ വേർബ് ഫോമിൽ യൂസ് ചെയ്യുമ്പം സെക്കൻഡ് സിലബിളായിരിക്കും നമ്മൾ സ്ട്രെസ് ചെയ്യുക. സോ യു വിൽ സേ കൺടെസ്റ്റ്. സോ ദ സ്ട്രെസ് വേരീസ് അക്കോർഡിംഗ് ടു ദ ഫോം ഓഫ് ദ വേർഡ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ പ്രിഫിക്സസും സഫിക്സസും ഒരിക്കലും സ്ട്രെസ് ചെയ്ത് പറയാറില്ല. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്, ER എന്ന ലെറ്റേഴ്സിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ അതിലെ ഫസ്റ്റ് സിലബിളായിരിക്കും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുക. ഫോർ എക്സാമ്പിൾ ടീച്ചർ, പെയിൻറ്റർ ആൻഡ് സോ ഓൺ. വേർഡ് സ്ട്രെസ്സിനെ പറ്റി നിങ്ങൾക്കൊരു പൊതുധാരണ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് സെൻറ്റൻസ് സ്ട്രെസ്സിലേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ സെൻറ്റൻസ് സ്ട്രെസ്? സെൻറ്റൻസ് സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രൊനൗൺസിയേഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓറൽസ് സെൻറ്റൻസ് സ്ട്രെസ്സാണ് ഒരു സെൻറ്റൻസിൽ നിങ്ങൾ സംസാരിക്കുന്നതിനൊരു റിഥം, ഒരു താളം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇനി സെൻറ്റൻസ് സ്ട്രെസ്സിനെ പറ്റി സംസാരിക്കുമ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മേജർ എലിമെൻറ്റ്സ് ഉണ്ട്, രണ്ട് ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. അതാണ് കണ്ടൻറ്റ് വേർഡ്സ് ആൻഡ് സ്ട്രക്ചറൽ വേർഡ്സ്. നമ്മൾ എപ്പോഴും സെൻറ്റൻസ് സ്ട്രെസ്സിനെ പറ്റി സംസാരിക്കുമ്പം പറയാറുണ്ട്, ഇൻ എ സെൻറ്റൻസ് യു ഷുഡ് ജനറലി സ്ട്രെസ് ദ കണ്ടൻറ്റ് വേർഡ്സ് ആൻഡ് നോട്ട് ദ സ്ട്രക്ചറൽ വേർഡ്സ് എന്ന്. കണ്ടൻറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദോസ് വേർഡ്സ് വിച്ച് ക്യാൻ സ്റ്റാൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ആസ് വെൽ എസ് ദോസ് വിച്ച് ക്രിയേറ്റ്സ് മീനിങ്. സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിവുള്ളതും അറ്റ് ദ സെയിം ടൈം മീനിങ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വേർഡ്സുമാണ് കണ്ടൻറ്റ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ നൗൺസ്, എഡ്ജക്റ്റീവ്സ്, അതുപോലത്തെ വേർഡ്സിനെയാണ് നമ്മൾ കണ്ടൻറ്റ് വേർഡ്സ് എന്ന് വിളിക്കുക. WH വേർഡ്സും നെഗറ്റീവ് വേർഡ്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ സ്ട്രക്ചറൽ വേർഡ്സ്? ദോസ് വിച്ച് കനോട്ട് സ്റ്റാൻഡ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഡു നോട്ട് ഹാവ് എ മീനിങ് ഫോർ ഇറ്റ് സെൽഫ്. അതാണ് ഗ്രാമറ്റിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ വേർഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾസ്, പ്രെപ്പോസിഷൻസ്, ദെൻ മേ ബി പൊസസീവ് അഡ്ജക്റ്റീവ്സ്, പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പം നമ്മൾ എപ്പോഴും കണ്ടൻറ്റ് വേർഡ്സിനാണ് സ്ട്രെസ്സ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സേ Riya is appearing for her PSC examinations. In this case, Riya and PSC examination എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റ് വേർഡ്സ് ആണ്.
അപ്പോൾ സംസാരിക്കുമ്പം ആ 2 വേർഡ്സിനും നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് വേണം സംസാരിക്കാൻ. നൗ മൂവിങ് ടുവേർഡ്സ് ദ ലാസ്റ്റ് പാർട്ട്, ഹൗ ക്യാൻ യു ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മൈൻഡിൽ, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം ഫോക്കസ് ഓൺ ദ പങ്ക്ച്വേഷൻ. നിങ്ങൾ സംസാരിക്കുമ്പം എവിടെയൊക്കെയാണ് നെസസറി പോസസ് എടുക്കേണ്ടത്. ഒരു ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്ത സെൻറ്റൻസ് തുടങ്ങാൻ. അല്ലെങ്കിൽ ഒരു കോമയുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഐഡിയ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പോസ് എടുത്തിട്ട് വേണം അടുത്ത ഐഡിയ മെൻഷൻ ചെയ്യാൻ. സെക്കൻഡ് തിങ് ഈസ് റെക്കോർഡ് യുവർ സെൽഫ് വെൻ യു ആർ സ്പീക്കിംഗ്. നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ച് നിങ്ങൾ തന്നെ കേൾക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ യുവർ മിസ്റ്റേക്സ്. തേർഡ് വൺ ഇസ് ഇമോട്ട് വെൻ യു ആർ സ്പീക്കിംഗ്. ഇമോട്ട് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂഷ്വലി ആക്ടിങ്ങുമായിട്ടാണ് കണക്ട് ചെയ്ത് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് യു ആർ വാച്ചിങ് എ ഫിലിം ആൻഡ് ദ ആക്ടർ ഓർ ആക്ട്രസ് ഇൻ ദാറ്റ് ഫിലിം അഭിനയിക്കുമ്പം അവർ ഒട്ടും ഇമോട്ട് ചെയ്യുന്നില്ല, അവരുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസും വരുന്നില്ല. നമുക്കൊരിക്കലും അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കുമ്പോഴും. നമ്മളിപ്പം സന്തോഷം ഉളവാക്കുന്ന എന്തെങ്കിലും കാര്യമാണ് പറയുന്നതെങ്കിൽ ട്രൈ ടു ബ്രിങ് ദാറ്റ് ഹാപ്പിനെസ് ഓൺ യുവർ ഫേസ്. സോ ഓൾവേസ് ട്രൈ ടു ഇമോട്ട് വെൻ യു ആർ സ്പീക്കിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഓൾവേസ് ഹാവ് എ സ്ലോ ആൻഡ് ക്ലിയർ റീഡിങ്. എന്തെങ്കിലും ഒന്ന് വായിക്കുമ്പം അത് പെട്ടെന്ന് വായിച്ചു പോകാതെ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വളരെ സ്ലോ ആയിട്ടും ക്ലിയർ ആയിട്ടും പ്രോപ്പർ പോസസ് എടുത്തും പ്രോപ്പർ പങ്ക്ച്വേഷൻസ് എടുത്തും എല്ലാം വേണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ റീഡിംഗ് കണ്ടൻറ്റ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ. ഇറ്റ് വിൽ ഗ്രേറ്റ്ലി ഹെൽപ്പ് യു ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ പങ്ക്ച്വേഷൻ. സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും നമ്മുടെ IELTS സ്പീക്കിംഗ് ടെസ്റ്റിൽ എന്തുകൊണ്ടാണ് സെൻറ്റൻസ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സിന് നമ്മൾ ജനറലി ഇത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വാസ് ഇൻഫർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ.